മാങ്കൂട്ടത്തെ നശിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് ഇവിടെ സ്ഥാനാർത്ഥി മുകളിലേക്ക് വരുന്നത്. ആ രാഹുലല്ല, രാഹുൽ ഗാന്ധി നിന്നാലും സോണിയാഗാന്ധി നിന്നാലും പ്രിയങ്ക ഗാന്ധി നിന്നാലും പ്രിയങ്ക മേനക ലംബ തിലോത്തമ വന്ന് നഗ്ന നൃത്തം ചെയ്താലും കോൺഗ്രസിനെ തോൽപ്പിക്കുക, അത് ഞങ്ങൾ നടപ്പാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുക്കുകയാണ്. ബി.ജെ.പി വലിയ പ്രതീക്ഷയിലാണുള്ളത്. പാലക്കാട് ജില്ലയിൽ തന്നെ പല സീറ്റുകളും നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ ബി.ജെ.പി ഉണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അവസാന ഘട്ടത്തിൽ 2 പേരുകളിലേക്ക് ബി.ജെ.പി എത്തി എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ബി.ജെ.പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, അതുപോലെ തന്നെ മുൻ നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധരൻ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവമായി ബി.ജെ.പി നേതാക്കൾ പരിഗണിക്കുന്നത്. ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള എൻ ശിവരാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ ബി.ജെ.പിക്ക് പാലക്കാട് നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? പിന്നെന്താണ്, പിന്നെ ആരാ നേടാൻ പോകുന്നത്? ഞങ്ങൾ തന്നെ. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ വലിയൊരു തിരിച്ചടി. അതൊക്കെ തിരഞ്ഞെടുപ്പ് ഓരോ മാസം ഓരോ സെക്ഷനാണ്. ഇപ്പോൾ കോൺഗ്രസിന് ഉപതെരഞ്ഞെടുപ്പിൽ നല്ല തിരിച്ചടിയുണ്ടായി. ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടില്ലേ? ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിന് തിരിച്ചടിയുണ്ടായി ഉപതെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഞങ്ങൾ പാലക്കാട് മണ്ഡലം രക്ഷപ്പെട്ടില്ലേ? പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചു. പ്രാരിയാണ് കോൺഗ്രസിന് ഉരുക്കുകോട്ട. അവിടെ ഞങ്ങൾക്ക് 2 സീറ്റ് 4 സീറ്റായി. മാത്തൂർ ഞങ്ങൾക്ക് സീറ്റുണ്ടായിരുന്നു, ഇപ്പോൾ 2 സീറ്റായി. CPM ഒട്ടും മുഴുവൻ പോയി. ഇതൊക്കെ വലിയ മാറ്റമല്ലേ? ഇപ്പോൾ അത്തത്തര പഞ്ചായത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മോശമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പിടിച്ചു 6 മാസം 7 മാസം 8 മാസം കൊണ്ട്. ഇതൊക്കെ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തവണ ഇവിടെ രാജീവ് ചന്ദ്രസേന നേതൃത്വത്തിൽ BJP വലിയ ശക്തി പ്രാപിച്ചിട്ട് വരുന്നു. അപ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസം BJP ആണ്. തകർന്നുപോയ കോൺഗ്രസും നശിച്ചുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റിപ്പിടിക്കാൻ പാലക്കാട് ജനത ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നത്. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഞാൻ ആദ്യമായി കൗൺസിലാകുമ്പോൾ 88 ആ സമയത്ത് ഇടതുപക്ഷ മുന്നണിക്ക് ഞങ്ങൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റ് 2 സീറ്റാണ്. 2 സീറ്റിലപ്പോഴാണ് ഞാൻ അധികാരത്തിൽ പോയത്, ഞാൻ കൗൺസിലായത്. അപ്പോൾ ഇവിടെ ഇടതുപക്ഷ മുന്നണിക്ക് 17, ഞങ്ങൾക്ക് 5 ആയിരുന്നു. ഞങ്ങൾക്ക് 5 ആയിരുന്നു. ഇന്ന് ഞാൻ 30 കൊല്ലത്തിലുള്ള കൗൺസിലായി ഒട്ടനവധി ഇലക്ഷൻ നേരിട്ട് ഞങ്ങളൊക്കെ ജയിച്ചു. ഇപ്പോൾ CPMൻ്റെ അംഗസംഖ്യ എത്ര അറിയുമോ? 30 കൊല്ലം കഴിയുമ്പോൾ അവിടെ അരിവാൾ ചുറ്റിക മത്സരത്തിൽ ചിഹ്നത്തെ ജയിച്ചവർ 2-3 പേരുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മുഴുവൻ നോക്കിയിട്ടില്ല. ബാക്കി 4-5 സ്ഥിതിയിലേക്ക് മാറുന്ന 4-5 സ്വതന്ത്രന്മാരും അത് ഏറ്റവും വലിയ സമ്പന്നരെയും പരിസര കൊള്ളക്കാരെയും നിർത്തി CPM 7 സീറ്റിൽ വന്നു. ഇത്ര നശിച്ചില്ലേ? കോൺഗ്രസ്സിന് ഒരു മുന്നോട്ട് പോക്കില്ലല്ലോ. കോൺഗ്രസ്സിന് 2 സീറ്റ് കുറവല്ലേ വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം 1 സീറ്റിൽ CPM കോൺഗ്രസ്സിന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പല സീറ്റുകളിൽ ഇപ്പോൾ 1-ാം വാർഡ് വലവക്കോട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യില്ല, CPM വോട്ട് ചെയ്യില്ല, അത് അങ്ങോട്ട് മാറ്റി. അതേപോലെ 3-ാം വാർഡ് 35-ാം വാർഡിൽ CPMന് 140 വോട്ട് എപ്പോഴും ഉള്ളത്. ഇത്തവണ കിട്ടിയത് 90 വോട്ടാണ്. ഈ രാഹുൽ വിഷയം അത് വലിയ രീതിയിൽ BJP എല്ലാം ചർച്ച ചെയ്താണ്, പ്രതിഷേധങ്ങളെല്ലാം നടത്തിയാണ്. പക്ഷേ ഇതൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യുകയില്ല. ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇത്തവണയും പാലക്കാട് കൂടെ നിൽക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തട്ടെ, അവരെ സ്ഥാനാർത്ഥി വരട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും വരും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പാലക്കാട് പിടിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ വരും. രാഹുൽ വിഷയം ചർച്ചയാവുമെന്ന് കരുതുന്നുണ്ടോ? രാഹുൽ വിഷയം ഞങ്ങൾക്കിപ്പോൾ അതല്ല പണി. ആ രാഹുലല്ല, രാഹുൽ ഗാന്ധി നിന്നാലും സോണിയാഗാന്ധി നിന്നാലും പ്രിയങ്ക ഗാന്ധി നിന്നാലും പ്രിയങ്ക മേനക ലംബ തിലോത്തമ വന്ന് നഗ്ന നൃത്തം ചെയ്താലും കോൺഗ്രസിനെ തോൽപ്പിക്കുക, അത് ഞങ്ങൾ നടപ്പാക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കും. ഇവിടെ സെലിബ്രിറ്റി താരങ്ങളെയൊക്കെ നടൻ ഉണ്ണിമുകുന്ദനെ പോലുള്ള ആളുകളെ പരിഗണിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നില്ല. എനിക്കറിയാത്ത കാര്യം ഞാൻ പറയാം. രാജീവ് ജിയുടെ തന്നെ ചോദിക്കണം. ഞങ്ങളുടെ ഇലക്ഷൻ സംവിധാനം, സ്ഥാനാർത്ഥി സംവിധാനമൊന്നും പത്രക്കാർക്കറിയാം. നിങ്ങൾ പത്രത്തിൽ എന്തെങ്കിലും വാർത്ത ചെയ്താൽ അതൊന്നും സത്യസന്ധമല്ല എന്ന് വരും. ഇന്നിപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ ആയിരുന്ന പ്രമീള ശശിധരൻ ഇന്ന് റിപ്പോർട്ടർ TVയിലൂടെ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കാൻ തയ്യാറാണ്. തനിക്ക് RSSൻ്റെയും BJP പ്രവർത്തകരുടെ എല്ലാം പിന്തുണയുണ്ട്. അങ്ങനെ മത്സരിക്കാൻ വരികയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു. പിന്നെ പ്രമീള ശശിധരൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞ് പാർട്ടി പറഞ്ഞാൽ നിൽക്കുമെന്ന് അവരെ വിജയിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യും. പാർട്ടി എന്ത് തീരുമാനിച്ച സ്ഥാനാർത്ഥി വരുന്നോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് എൻ്റെയൊക്കെ പണി. ജീവിതകാലം മുഴുവൻ, ഇനിയുള്ള ശിഷ്ടകാലം മുഴുവൻ പാർട്ടിക്ക് എതിരായി ജീവിതത്തിൽ നിൽക്കുന്നത്, ഒരു സീറ്റിന് വേണ്ടി, ഒരു മേക്കിന് വേണ്ടി നിൽക്കുന്നത് എന്നെ കിട്ടില്ല. ഞാൻ അധ്വാനിച്ച ആളാണ്. പാർട്ടിക്ക് 1980 ഏപ്രിൽ മാസം 6-ാം തീയതി
BJPയുടെ സ്ഥാപക സമ്മേളനം ഡൽഹിയിൽ നടക്കുമ്പോൾ KG മാരാരിൻ്റെയും O രാജഗോപാലാചാരിയും കൂടെ പോയി അടൽജി, ലാൽകൃഷ്ണ അദ്വാനി, ഗോളിയോർ, രാജമാത, വിജയരാജ സിന്ധ്യയും അടൽജിക്ക് പതാക കൈമാറും, BJPയുടെ പതാക കൈമാറുമ്പോൾ, ചിഹ്നം കൈമാറുമ്പോൾ ആ സ്റ്റേജിൽ ഇരുന്ന ആളാണ്. എനിക്ക് BJP അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. BJP ജയിക്കും. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്ന ചില ചാനലുകളുണ്ട്. അവർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ നാളെ പണി നടത്തിക്കൊണ്ടേയിരിക്കും. പ്രശാന്ത് ശിവനെ BJP പാലക്കാട് പരിഗണിക്കണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. കാരണം യുവാവാണ്, ജില്ലാ അധ്യക്ഷനാണ്. ആ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ മത്സരിച്ചാൽ, നേരിട്ട് ഇറങ്ങി മത്സരിച്ചാൽ കഴിഞ്ഞ തവണ എല്ലാം നഷ്ടപ്പെട്ടുള്ള ആ സീറ്റ് എന്തായാലും കിട്ടുമെന്നൊരു പ്രതീക്ഷ പല നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്. ശരിയാണ്. ആ നേതാക്കളുടെ പ്രതീക്ഷ തന്നെ എൻ്റെയും. എന്താ പല നേതാക്കളും, നിങ്ങൾ ഏത് നേതാവ് പറഞ്ഞാലും ഞങ്ങളൊക്കെ ഒരുമിച്ച് അവസാനം എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കും. ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഞങ്ങൾ പാലക്കാട്ടെ BJPക്കകത്ത് ഇപ്പോഴും ഈ തമ്മിലടിയും വിഭാഗിതയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും തമ്മിലടിച്ചത്? ആരെങ്കിലും തമ്മിലടിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും തമ്മിലടിച്ചിട്ടുണ്ടോ? ഒരാളെ പറയൂ. തമ്മിലടിക്കുക പറയുന്നത് ഈ സീറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വങ്ങൾ നടത്തുന്നത് ജനാധിപത്യ പാർട്ടിയാണ്. CPM-നെ പോലെ കേഡർ പാർട്ടി എന്ന് പറയുന്നത് ജനാധിപത്യം ഇല്ലാത്ത പാർട്ടിയല്ല. ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയിൽ ചർച്ച വരും, അത് തമ്മിലടിയാണ്. നിങ്ങളുടെ പത്രക്കാരുടെ സംഘടന ആ 50 പേരോ 100 പേരോ ഉണ്ട്. ഇവരൊരു സ്ഥാനത്തിന് വേണ്ടി തമ്മിലടിക്കുന്നില്ലേ? അടിച്ചില്ലേ? പത്രക്കാർ എത്ര എനിക്കറിയാം. പാലക്കാട് പത്രപ്രവർത്തക സംഘത്തെക്കുറിച്ച് എല്ലാത്തിനും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതിൽ തമ്മിലടി എന്ന് വിചാരിക്കുമോ? ഇപ്പോൾ രാത്രിയാണ് പറഞ്ഞാൽ രാത്രി എന്ന് പറയുന്നത് ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിൽ ചർച്ച ചെയ്യും, എല്ലാവരും ചർച്ച ചെയ്യും, ടോപ്പ് ടു ബോട്ടം ചർച്ച ചെയ്യും. താഴെ കിടന്നുള്ള പ്രവർത്തകർ മുതൽ പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സംഘടനാ രീതിയിൽ നിൽക്കുന്ന ഒരാളറിയില്ല. പാലക്കാട് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അവരുടെ DCC അധ്യക്ഷനായിട്ടുള്ള A തങ്കപ്പനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വിജയിക്കാൻ കഴിയുന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതുപോലെ തന്നെ KS ജയഘോഷ് യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ജയഘോഷിനെയൊക്കെ പേരുകൾ അവർ പരിഗണിക്കുന്നുണ്ട്. കോൺഗ്രസ് ജയഘോഷോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ KD സതീശനോ രാഹുൽ മാങ്കുട്ടോ ഷാഫി പറമ്പിൽ ശ്രീകണ്ഠനോ ആര് വേണമെങ്കിൽ മത്സരിച്ചോട്ടെ. ഞങ്ങൾക്കൊരു ചിഹ്നമുണ്ട്. ആ ചിഹ്നത്തിനുള്ള വോട്ട പാലക്കാട്ട് ജനത BJPയുടെ കൂടെയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല അടിത്തറയുണ്ട്. എന്നിട്ടും മുനിസിപ്പാലിറ്റി 3 സീറ്റ് നഷ്ടപ്പെടില്ല. അതുണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ തോൽവിയും ജയമൊക്കെ ഉണ്ടാവും. അത് ഒരിക്കൽ ജയിച്ചാൽ പിന്നെ തോൽക്കും, പിന്നെ തോറ്റാൽ പിന്നെ ജയിക്കും. ഇതൊക്കെ രാഷ്ട്രീയ രംഗത്തുള്ളതല്ലേ. ഇത്തവണ BJP ജയിക്കും. ആരെ പാർട്ടി നിർത്തിയാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു സംശയമില്ല. BJPക്ക് അനുകൂല കാലാവസ്ഥയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ BJP അതിശക്തമായി രാജീവ് ചന്ദ്രശേഖർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇത്തവണ മെയ് 1-ാം തീയതിക്ക് മുമ്പ് ഇലക്ഷൻ കഴിയും. മെയ് 1-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായി കേരള നിയമസഭയിലുണ്ടാവും. കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നത് 140 മണ്ഡലങ്ങളിൽ 100 സീറ്റ്, അതിൽ 100-ലധികം സീറ്റ്. CPM ആണെങ്കിൽ 110-ലധികം സീറ്റ് എന്ന് പ്രതീക്ഷ വെക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു BJPക്ക് സാധ്യതയുണ്ട്. ആ 210 സീറ്റ് രണ്ടാൾക്ക് കൂടിയിട്ട് ഇത് കൂടാതെ മുസ്ലിം ലീഗിന് 20 സീറ്റ്, ഇപ്പോൾ 235 സീറ്റ് എല്ലാം ഓരോ മണ്ഡലത്തിൽ 2 CPM ജയിക്കണം. കോൺഗ്രസ് 3 ആൾ ജയിക്കണം. അവർ ജയിക്കുന്നതിനെ 3ആക്കി കൂട്ടണം. എന്നാൽ പോലും വരില്ല. തങ്കപ്പനോ എവിടെ ആലത്തൂരിലേക്കോ പാലക്കാട്ടേക്കോ? ജോറ ഞങ്ങൾക്ക് പടി എളുപ്പമായി. ഞങ്ങൾക്ക് ആര് നിന്നാലും പണി എളുപ്പമായി. ജയഘോഷോ VT ബലറാം വരുന്നു പറയുന്നു. ബലറാം ഇവിടെയാണ് കണ്ണ്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇവിടെയാണ് കണ്ണ്. കാരണം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ആ വിഷയമുണ്ടല്ലോ, ആ വിഷയം ആളിക്കത്തിക്കാൻ വേണ്ടി അവരൊക്കെ കണ്ടിക്ക് വരികയാണ്. രാഹുൽ മാങ്കുട്ടത്തെ നശിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് ഇവിടെ സ്ഥാനാർത്ഥി മുകളിലേക്ക് വരുന്നത്. സന്ദീപ് വാര്യർ BJPയിലായിരുന്നു നേരത്തെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സന്ദീപ് കോൺഗ്രസ്സിലാണ്. മൂത്താന്തറയിൽ ഉൾപ്പെടെ സന്ദീപിന് അത്യാവശ്യം വോട്ടുകൾ നേടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൽ സന്ദീപിനെ ഇറക്കാൻ വരെ കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ട്. സന്ദീപ് നാനും നല്ല ബന്ധമാണ്. സന്ദീപിൻ്റെ രാഷ്ട്രീയ നയത്തോട് എനിക്ക് ഒരു വട്ടം യോജിപ്പില്ല. ഞാൻ അന്ന് ആദ്യം പറഞ്ഞല്ലോ, മേനക ലംബ തിലോത്തമ വന്ന് ഉർവശി മേനക ലംബ തിലോത്തമ വന്ന് നഗ്നനൃത്തം ചെയ്താലും BJPയെ തോൽപ്പിക്കാൻ ആകാശത്തു നിന്നുള്ള ഇന്ദിരാഗാന്ധി വന്നാലും നടക്കൂല. പിന്നെ K മുരളീധരൻ പറഞ്ഞിരുന്നു, ഞാനാണ് ഇലക്ഷൻ്റെ ചാർജ് പാലക്കാട്, ഞാൻ അവിടെ വരുന്നു, ഇതോടുകൂടി BJP പാലക്കാട് ഉന്മൂലനാശം ചെയ്യും. ഇത് പറഞ്ഞ 7-ാമത്തെ അയാളെ കുടുംബത്തിൽ നിന്നാണ് ആൾ വന്നത്. ഉന്മൂലനാശം ചെയ്യാൻ BJPയെ സഹായിക്കില്ല. ഞാൻ അന്നേ പറഞ്ഞു,
മരിച്ചുപോയ കരുണാകരൻ വന്നാലും BJP തോൽപ്പിക്കാൻ ഇവിടെ മുരളീധരൻ പറയണ്ട. ആ മുരളീധരൻ ഇവിടെ വരുന്നു എന്ന് ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞു എന്നോട്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? കെ മുരളീധരൻ വരണം, VD സതീശന് താല്പര്യമുണ്ട്, ഷാഫി പറമ്പ് രാജിവെക്കാൻ പോകണു, വടകര എന്നിട്ട് ഇവിടെ നിൽക്കാൻ പോകണു, പിന്നെ തങ്കപ്പനുണ്ട്, VT ബലറാമിൻ്റെ പേരുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പേര്. സീറ്റൊന്നേ ഉള്ളൂ. ഇത് മുനിസിപ്പൽ ഇലക്ഷൻ അല്ല, അസംബ്ലി ഇലക്ഷനാണ്. ഇവരൊക്കെ പാലക്കാട്ടുകാർ ആരറിയണ്? ഒരു ഇതിൽ അന്നത്തെ സാഹചര്യത്തിൽ വോട്ട് ചെയ്തു. ഇപ്പോൾ CPM 140 സീറ്റ് പറയണത് ഈ അയ്യപ്പൻ്റെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് ഞാൻ ഇന്ന് പറഞ്ഞു, അവിടെ പോയി 18-ാം പടി മാത്രമേ ഉള്ളൂ. അയ്യപ്പൻ്റെ എല്ലാം കട്ടുമുടിച്ച് പിണറായി. ആ കല്ലെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതെടുത്തില്ല. ഈ കല്ല് 18-ാം പടി പോയിട്ടുണ്ടോ? പോയിട്ടില്ലല്ലോ. 18-ാം പടി എല്ലാ അച്ചുള്ള കള്ള ഇതേപോലെ പോലീസ് സ്റ്റേഷനുള്ള പോലെ ആ കല്ല് തോണ്ടിയാൽ കിട്ടില്ല. കൊടുത്താൽ വില കിട്ടും അത്ര. അതെടുക്കാൻ നോക്കിയിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. അവരെ മുൻ MLAക്ക്, എൻ്റെ ജയിലിൽ കിടക്കുന്ന മുൻ MLA പേര് അന്ന് പ്രസിഡൻ്റായിരുന്ന ആൾ പത്മകുമാർ എല്ലാ അയ്യപ്പൻ നോക്കും, ഞാൻ പ്രേരവരെ ദേവസ്വം ബോർഡിൽ അയാൾ മുൻ MLA ആയിരുന്നു. എനിക്കറിയാം. CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്നു, മുൻ MLA ആയിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ആ ഭാഗത്തുനിന്ന് അയാളല്ലേ ഇതിൻ്റെ മുഴുവൻ ആസൂത്രണം. കോടതി പറഞ്ഞില്ല, നമ്മളതല്ലോ. അതുകൊണ്ട് എല്ലാ അയ്യപ്പൻ നോക്കി മുഴുവൻ കെട്ടു. ഇനിയിപ്പോൾ ഒന്നും അവിടെ കക്കാനില്ല. അയ്യപ്പൻ്റെ ശാപം ഇവർക്കുണ്ടാവും. ഇവർ ഈ തിരഞ്ഞെടുപ്പോടുകൂടി ബംഗാൾ പോലെ, ത്രിപുര പോലെ നാശനഷ്ടം ഉണ്ടാവും. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ, പാലക്കാട്.